ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 62-ാം ദിവസം കാനാൻ ദേശം ഉറ്റുനോക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം, സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 94 എന്നിവ വായിക്കുന്നു. വാഗ്ദത്ത നാടായ കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയോട് അടുക്കുമ്പോൾ 12 ഗോത്രങ്ങളിൽ നിന്ന് ഒരാൾ വീതം 12 പേരെ ദേശം ഉറ്റുനോക്കാനായി അയക്കുന്നു. തിരികെ എത്തിയവരിൽ 10 പേർ തെറ്റായ വാർത്ത ഇസ്രായേൽ ജനതയെ അറിയിക്കുന്നത് മൂലം ഇസ്രായേൽ ജനത ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അവിശ്വാസത്തിലേക്ക് പോകുന്നു. ദൈവത്താൽ സ്ഥാപിതമായ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതും വെല്ലുവിളിക്കുന്നതും ദൈവത്തിനെതിരായ വെല്ലുവിളിയാണെന്ന് സംഖ്യയുടെ പുസ്തകത്തിലൂടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം. മരിയാം ശിക്ഷിക്കപ്പെടുന്നു. മോശ ഒരു കുഷ് ദേശക്കാരിയെ ഭാര്യയായി സ്വീകരിച്ചിരുന്നു. തന്മൂലം മരിയാമും അഹ്റോനും അവൻ സ്വീകരിച്ച കുഷ്യസ്ത്രീയുടെ കാര്യത്തിൽ അവനെതിരായി സംസാരിച്ചു. അവർ ചോദിച്ചു, മോശ വഴി മാത്രമാണോ കർത്താവ് യഥാർത്ഥത്തിൽ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും അവിടുന്ന് സംസാരിച്ചിട്ടില്ലേ? കർത്താവ് അത് കേട്ടു. മോശ എന്ന വ്യക്തി ഭൂമുഖത്തുള്ള ഏതു മനുഷ്യനേക്കാൾ വളരെ സൗമ്യനായിരുന്നു. കർത്താവ് ഉടനെ തന്നെ മോശയോടും അഹ്റോനോടും മിരിയാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും സമാഗമ കൂടാരത്തിലേക്ക് പുറപ്പെടുവിൻ. അവർ മൂവരും പുറപ്പെട്ടു. കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്നിട്ട് അഹ്റോനെയും മരിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും മുന്നോട്ട് ചെന്നു. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. നിങ്ങൾക്കൊരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനുമായി സംസാരിക്കുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശ അങ്ങനെയല്ല. എൻ്റെ ഭവനം മുഴുവനിലും അവൻ വിശ്വസ്തനാണ്. ഞാൻ അവനുമായി മുഖാമുഖം സംസാരിക്കുന്നു, നേരിട്ടും നിഗൂഢതകളില്ലാതെയും. അവൻ കർത്താവിൻ്റെ സ്വരൂപം ദർശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ എൻ്റെ ദാസനെതിരായി, മോശയ്ക്കെതിരായി സംസാരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടില്ല? കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചപ്പോൾ അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം മാറിയപ്പോൾ ഇതാ മരിയാം കുഷ്ഠം ബാധിച്ച് മഞ്ഞ് ആയിരിക്കുന്നു. അഹ്റോൻ മരിയാമിന് നേരെ തിരിഞ്ഞപ്പോൾ അതാ അവൻ കുഷ്ഠബാധിതനായിരിക്കുന്നു. അപ്പോൾ അഹ്റോൻ മോശയോട് പറഞ്ഞു, എൻ്റെ പ്രഭു, ഞങ്ങൾ ബുദ്ധിഹീനത കാട്ടിയും പാപം ചെയ്തും ഉളവായ കുറ്റം ഞങ്ങളുടെ മേൽ ദയവായി ചുമത്തരുതേ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ സ്വശരീരം പകുതി ജീർണിച്ച ചാപിള്ള പോലെ ഇവൾ ആകാതിരിക്കണമേ. മോശ കർത്താവിൻ്റെ പക്കൽ ഇപ്രകാരം നിലവിളിച്ചു, ദൈവമേ, ദയചെയ്ത് അവളെ സുഖപ്പെടുത്തണമേ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയാൽ അവൾ 7 ദിവസത്തേക്ക് അവഹേളിതയാകില്ലേ? 7 ദിവസം അവൾ പാളയത്തിന് പുറത്ത് മാറി നിൽക്കട്ടെ, അതിനുശേഷം അവൾ കൂട്ടത്തിൽ ചേരട്ടെ. അങ്ങനെ മരിയാം 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് മാറി നിന്നു. മിരിയാം കൂട്ടത്തിൽ ചേരുന്നതുവരെ ജനം നീങ്ങിയില്ല. അതിനുശേഷം ജനം ഹസേറോത്തിൽ നിന്ന് നീങ്ങി പാരാൻ മരുഭൂമിയിൽ തങ്ങി. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം. കാനാൻ ദേശം ഉറ്റുനോക്കുന്നു. കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു, ഞാൻ ഇസ്രായേല്യർക്ക് നൽകുന്ന കാനാൻ ദേശം ഉറ്റുനോക്കാൻ ആളുകളെ അയക്കുക. അവനവൻ്റെ പിതൃഗോത്രത്തിൽ നിന്ന് ഒരാളെന്ന കണക്കിൽ അവരിലെ ഓരോ നേതാവിനെയും നിങ്ങൾ അയക്കണം. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു.
അവരെല്ലാവരും ഇസ്രായേല്യരുടെ തലവരായ പുരുഷന്മാരായിരുന്നു. ഇവയാണ് അവരുടെ പേരുകൾ: റൂബൻ ഗോത്രത്തിന് സക്കൂറിൻ്റെ മകൻ ഷമ്മുവ, ശിമിയോൻ ഗോത്രത്തിന് ഹോറിൻ്റെ മകൻ ഷാഫാത്ത്, യൂദാ ഗോത്രത്തിന് യഫുന്നയുടെ മകൻ കാലബ്, ഇസാക്കർ ഗോത്രത്തിന് ജോസഫിൻ്റെ മകൻ ഈഗാൽ, എഫ്രായിം ഗോത്രത്തിന് നൂനിൻ്റെ മകൻ ഹൊഷയ, ബെഞ്ചമിൻ ഗോത്രത്തിന് റാഫുവിൻ്റെ മകൻ പൽത്തി, സെബുലൂൻ ഗോത്രത്തിന് സോദിയുടെ മകൻ ഗദ്ദിയേൽ, ജോസഫിൻ്റെ ഗോത്രത്തിന് അതായത് മനാസെ ഗോത്രത്തിന് സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിന് ഗമല്ലിയുടെ മകൻ അമ്മിയേൽ, ആഷേർ ഗോത്രത്തിന് മിഖായേലിൻ്റെ മകൻ സെത്തൂർ, നെഫ്താലി ഗോത്രത്തിന് ഒഫേസിയുടെ മകൻ നഹ്ബി, ഗാദ് ഗോത്രത്തിന് മാക്കിയുടെ മകൻ ഗൗവേൽ. ദേശം ഉറ്റുനോക്കാൻ മോശ അയച്ച ആളുകളുടെ പേരുകളാണിവ. നൂനിൻ്റെ മകൻ ഹൊഷയായെ മോശ ജോഷുവ എന്ന് വിളിച്ചു. കാനാൻ ദേശം ഉറ്റുനോക്കാൻ മോശ അവരെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നെഗമിൽ ചെന്നിട്ട് മല കയറുവിൻ. നിങ്ങൾ ആനോട് എങ്ങനെയുള്ളതാണെന്നും അതിൽ വസിക്കുന്ന ജനം പ്രബലമാണോ ദുർബലമാണോ, അവർ എണ്ണത്തിൽ കുറവാണോ കൂടുതലാണോ എന്നും നിരീക്ഷിക്കണം. അവർ വസിക്കുന്ന നാട് എങ്ങനെയുള്ളതാണ്, അത് നല്ലതോ ചീത്തയോ? നഗരങ്ങൾ എങ്ങനെയുള്ളതാണ്, അവയിൽ അവർ വസിക്കുന്നത് പാളയങ്ങളിലോ മതിൽക്കെട്ടുകൾക്കുള്ളിലോ? ഭൂമി എങ്ങനെയുള്ളതാണ്, പുഷ്ടിയുള്ളതോ തരിശോ? അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം. നാടിൻ്റെ കുറച്ച് ഫലം എടുക്കുകയും വേണം. ആ ദിവസങ്ങൾ മുന്തിരിയുടെ ആദ്യഫലങ്ങളുടെ കാലമായിരുന്നു. അവർ കയറിച്ചെന്ന് സിൻ മരുഭൂമി മുതൽ ഹമാത്തിന് പോകാനുള്ള റഹോബോവ് വരെ പ്രദേശം ഉറ്റുനോക്കി. അവർ നെഗമിൽ കയറിച്ചെന്ന് ഹെബ്രോൺ വരെ എത്തി. അനാക്കുജാതന്മാരായ അഹിമാൻ, ഷേഷായി, തൽമായി എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. ഈജിപ്തിലെ സോവാനിനേക്കാൾ 7 വർഷം മുമ്പേ പണിയപ്പെട്ടതാണ് ഹെബ്രോൺ. അവർ എഷ്കോർ താഴ്വര വരെ ചെന്നു. അവിടെ നിന്ന് ഒരു മുന്തിരിക്കൊമ്പും മുന്തിരിക്കുലയും മുറിച്ചെടുത്ത് 2 പേരെ കൊണ്ട് തണ്ടിന്മേൽ അത് വഹിപ്പിച്ചു. ഒപ്പം കുറേ മാതളപ്പഴവും കുറേ അത്തിപ്പഴവും. അവിടെ നിന്ന് ഇസ്രായേല്യർ മുറിച്ചെടുത്ത മുന്തിരിക്കുലയെ ആധാരമാക്കി ആ സ്ഥലത്തെ നഹൽ എഷ്കോൾ എന്ന് വിളിച്ചു. 40 ദിവസത്തിനുള്ളിൽ ദേശം ഉറ്റുനോക്കിയിട്ട് അവർ മടങ്ങി. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലുള്ള കാദേശിൽ മോശയുടെയും അഹ്റോൻ്റെയും ഇസ്രായേല്യ സമൂഹം മുഴുവൻ്റെയും അടുത്തെത്തി. അവരെയും സമൂഹം മുഴുവനെയും വിവരമറിയിച്ചു. ആ ദേശത്തെ ഫലം അവരെ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞു, നീ ഞങ്ങളെ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നത് തന്നെയാണത്. ഇതാണ് അവിടുത്തെ ഫലം. എന്നിരിക്കലും അന്നാട്ടിൽ വസിക്കുന്ന ജനം പ്രബലരാണ്. വളരെ വലിയ പട്ടണങ്ങൾ ചെങ്കുത്തായവയാണ്. മാത്രമല്ല അനാക്കുജാതരെയും ഞങ്ങളവിടെ കണ്ടു. അമലേക്യർ ദക്ഷിണദേശത്ത് താമസിക്കുന്നു. ഹിത്യരും ജബൂസ്യരും അമോര്യരും മലയിൽ പാർക്കുന്നു. കനാന്യർ കടൽ ഓരത്തും ജോർദാൻ പരിസരത്തുമായി വസിക്കുന്നു. അപ്പോൾ മോശയോടുകൂടി ഉണ്ടായിരുന്ന ജനത്തെ നിശബ്ദമാക്കിയിട്ട് കാലബ് പറഞ്ഞു, നമുക്കുടനെ കയറി ചെന്ന് അത് കൈവശപ്പെടുത്താം. കാരണം തീർച്ചയായും നമുക്കതിന് കഴിയും. എന്നാൽ അവനോടുകൂടി കയറി ചെന്ന ആളുകൾ പറഞ്ഞു, ആ ജനത്തിൻ്റെ പക്കൽ കയറിപ്പറ്റാൻ നമുക്കാവില്ല. കാരണം അത് നമ്മേക്കാൾ പ്രബലമാണ്. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേല്യരുടെ പക്കൽ ഇപ്രകാരം അപവാദം പ്രചരിപ്പിച്ചു. ഞങ്ങൾ ഉറ്റുനോക്കാനായി കടന്നു ചെന്ന ആ ദേശം അതിനെ വസതിയാക്കാനെത്തുന്നവരെ വിഴുങ്ങിക്കളയുന്ന ഒരു നാടാണ്. അതിനുള്ളിൽ ഞങ്ങൾ കണ്ട ജനം മുഴുവൻ രാക്ഷസന്മാർ. അവിടെ ഞങ്ങൾ നെഫീൽ വർഗത്തിൽപ്പെട്ട അനാക്കിൻ്റെ മക്കളായ നെഫീലുകളെ കണ്ടു. ഞങ്ങളുടെ ദൃഷ്ടികളിൽ ഞങ്ങൾ വിട്ടിലുകളെ പോലെയായിരുന്നു. അവരുടെ ദൃഷ്ടികളിലും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം. ഇസ്രായേലിൻ്റെ നേരറിവുകൾ. എക്കാലവും നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുകയും അവിടുത്തെ നിർദ്ദേശവും ചട്ടവും ന്യായപ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷണം അറിഞ്ഞിട്ടില്ലാത്തവരും
കണ്ടിട്ടില്ലാത്തവരുമായ നിങ്ങളുടെ മക്കളെയല്ല ഇന്ന് നിങ്ങൾ അറിയുന്നത്. പ്രത്യുത അവിടുത്തെ മഹിമയും ശക്തമായ കരവും നീട്ടിയ ഭുജവും ഈജിപ്തുകാർക്കിടയിൽ ഈജിപ്ത് രാജാവായ ഫറവോയോടും അവൻ്റെ സകല ദേശത്തോടും അവിടുന്ന് പ്രവർത്തിച്ച അവിടുത്തെ അടയാളങ്ങളും കൃത്യങ്ങളും ഈജിപ്ത് സൈന്യത്തോടും അതിൻ്റെ കുതിരകളോടും രഥത്തോടും അവിടുന്ന് പ്രവർത്തിച്ചതും നിങ്ങളുടെ പിന്നാലെ അവർ പാഞ്ഞെത്തിയപ്പോൾ ചെങ്കടൽ ജലം അവരുടെ മേൽ ഒഴുകിയതും ഈ ദിനം വരെ കർത്താവ് അവരെ നശിപ്പിച്ചതും ഈ സ്ഥലം വരെ നിങ്ങൾ വന്നെത്തുവോളം മരുഭൂമിയിൽ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും റൂബന്യനായ എലിയാബിൻ്റെ പുത്രന്മാരായ ദാത്താനോടും അബീറാമിനോടും അവിടുന്ന് ചെയ്തതും ഇസ്രായേൽ മുഴുവൻ്റെയും മധ്യേ വെച്ച് ഭൂമി വാവിളർന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കൂടാരങ്ങളെയും വിഴുങ്ങിയതും ഇസ്രായേൽ മുഴുവനും മധ്യേ അതത് ഘട്ടത്തിൽ സംഭവിച്ചത് ഓരോന്നുമാണ് നിങ്ങളറിയുന്നത്. എന്തെന്നാൽ കർത്താവ് ചെയ്തിട്ടുള്ള മഹനീയ കൃത്യമെല്ലാം കാണുന്നവയാണ് നിങ്ങളുടെ കണ്ണുകൾ. കൽപ്പനയും അനുഗ്രഹവും. ഞാനിന്ന് നിന്നെ അനുശാസിക്കുന്ന ഓരോ കൽപ്പനയും നിങ്ങൾ പാലിക്കേണ്ടത് നിങ്ങൾ ശക്തി പ്രാപിക്കാൻ വേണ്ടിയും സ്വന്തമാക്കാനായി നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശം അവിടെ ചെന്ന് കൈവശമാക്കാൻ വേണ്ടിയും നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും നൽകാനായി കർത്താവ് ശപഥം ചെയ്ത പാലും തേനും ഒഴുകുന്ന ആ ഭൂമിയിൽ നിങ്ങൾ ആയുസ് ദീർഘിപ്പിക്കാൻ വേണ്ടിയുമാണ്. നീ കൈവശമാക്കാൻ പോകുന്നിടത്തെ നാട് തീർച്ചയായും നിങ്ങൾ പുറപ്പെട്ടയിടത്തെ ഈജിപ്ത് നാട് പോലെയല്ല. അവിടെ വീഞ്ഞ് വിത്ത് വിതച്ചതിന് ശേഷം നീ നടന്ന് ഒരു പച്ചക്കറി തോട്ടം പോലെ നനയ്ക്കേണ്ടിയിരുന്നു. എന്നാൽ നിങ്ങൾ കൈവശമാക്കാനായി കടന്നു ചെല്ലുന്നിടത്തെ നാട് കുന്നുകളുടെയും താഴ്വരകളുടെയും നാടാണ്. ആകാശവൃഷ്ടിയിൽ നിന്നാണ് അത് ജലപാനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവ് സദാ അഭിലഷിക്കുന്ന ദേശമാണത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കണ്ണുകൾ അതിൽ വർഷാരംഭം മുതൽ വർഷാവസാനം വരെ എപ്പോഴുമുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കുവാനും അവിടുത്തെ സേവിക്കാനുമായി ഇന്ന് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന എൻ്റെ കൽപ്പനകൾ സശ്രദ്ധം നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ മഴ ശരത്കാല വൃഷ്ടിയായും വസന്തകാല വൃഷ്ടിയായും യഥാസമയം ഞാൻ നൽകും. നീ നിൻ്റെ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കുകയും ചെയ്യും. ഞാൻ നിൻ്റെ വയലിൽ നിൻ്റെ മൃഗഗണത്തിനായി പുല്ല് പ്രദാനം ചെയ്യും. അങ്ങനെ നീ ഭക്ഷിച്ച് സംതൃപ്തി അടയും. നിങ്ങളുടെ ഹൃദയം മൂഢമാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലാത്തപക്ഷം നിങ്ങൾ വഴിതെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അവയ്ക്ക് ആരാധനയർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിക്കും. മഴയുണ്ടാകാത്ത വിധം അവിടുന്ന് ആകാശമടയ്ക്കും. ഭൂമി അതിൻ്റെ ഉൽപ്പന്നം തരികയില്ല. അങ്ങനെ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വിശിഷ്ടദേശത്തു നിന്ന് നിങ്ങൾ പൊടുന്നനെ നശിച്ചു പോകും. ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും നിക്ഷേപിക്കുവിൻ. അവ ഒരടയാളമായി നിങ്ങളുടെ കൈയോട് ചേർത്ത് ബന്ധിക്കണം. പട്ടകളായി നിങ്ങളുടെ തിരുനെറ്റിയിലുണ്ടായിരിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും വഴിയിൽ ചരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവ സംസാര വിഷയമാക്കാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിൻ്റെ വീടിൻ്റെ കട്ടിളക്കാളുകളിന്മേലും പടിവാതിലുകളിലും അവ നീ രേഖപ്പെടുത്തണം. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് അവരോട് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളുടെ ദിനങ്ങളും നിങ്ങളുടെ മക്കളുടെ ദിനങ്ങളും ഭൂമിക്ക് മുകളിൽ ആകാശത്തിൻ്റെ ദിനങ്ങൾ പോലെ പെരുകാനിടയാകും. നിങ്ങൾ അനുവർത്തിക്കാനായി ഞാൻ അനുശാസിക്കുന്ന ഈ കൽപ്പന ഓരോന്നും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാനും അവിടുത്തെ എല്ലാ മാർഗങ്ങളിലും ചരിക്കാനും അവിടുത്തോട് ചേർന്ന് നിൽക്കാനുമായി നിങ്ങൾ സശ്രദ്ധം പാലിച്ചാൽ കർത്താവ് ഈ ജനതകളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിപ്പിക്കും. നിങ്ങളാകട്ടെ നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിഷ്കാസനം ചെയ്യും. നിങ്ങൾ കാൽപാദം ഊന്നുന്ന സ്ഥലമെല്ലാം നിങ്ങളുടേതായിരിക്കും. മരുഭൂമിയും ലെബനോനും മുതൽ യൂഫ്രട്ടീസ് നദി മുതൽ പശ്ചിമ സമുദ്രം വരെ നിങ്ങളുടെ അതിർത്തിയായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ആരും നിലയുറപ്പിക്കുകയില്ല. നിങ്ങൾ പാതയാക്കുന്നിടത്തെ ഭൂമുഖമാകെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെക്കുറിച്ച് പരിഭ്രമവും ഭയവും സംജാതമാക്കും. അവിടുന്ന് നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളതുപോലെ തന്നെ. അനുഗ്രഹവും ശാപവും. നോക്കൂ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോകാനായി ഞാൻ ഇന്ന് നിങ്ങളെ അനുശാസിക്കുന്ന മാർഗത്തിൽ നിന്ന്
വ്യതിചലിക്കുന്നെങ്കിൽ ശാപം. നീ കൈവശമാക്കാൻ പോകുന്നിടമായ ദേശത്തേക്ക് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പ്രവേശിപ്പിക്കുമ്പോൾ ഗെരിസീം മലയിൽ നീ അനുഗ്രഹം സ്ഥാപിക്കണം, ഏബാൽ മലയിൽ ശാപവും. അവ സൂര്യൻ അസ്തമിക്കുന്ന ദിശയിൽ ഗിൽഗാലിനെതിരെ മോറയിലെ ഓക്കുമരങ്ങൾക്കടുത്ത് അറാബായിൽ വസിക്കുന്ന കാനാൻകാരുടെ ദേശത്ത് ജോർദാൻ്റെ മറുകരയല്ലേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശം കൈവശമാക്കാൻ പോകുന്നതിനായി നിങ്ങൾ ജോർദാൻ കടക്കുകയാണല്ലോ. അത് നിങ്ങൾ കൈവശപ്പെടുത്തുകയും അതിൽ വസിക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും അനുവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സങ്കീർത്തനങ്ങൾ 94. ദൈവം വിധി കർത്താവ്. പ്രതികാരത്തിൻ്റെ തമ്പുരാനായ കർത്താവെ, പ്രതികാരത്തിൻ്റെ തമ്പുരാനെ പ്രശോഭിക്കണമേ. ഭൂമിയുടെ വിധി കർത്താവെ, ആരൂഢനാകണമേ. അഹങ്കാരികൾക്ക് തക്ക ശിക്ഷ നൽകണമേ. കർത്താവെ, ദുഷ്ടരെത്ര നാൾ ആഹ്ലാദിക്കും. അവർ വായാടികളാണ്, വങ്കത്വം സംസാരിക്കുന്നു, ദുഷ്കർമ്മികളെല്ലാം വീമ്പിളക്കുന്നു. കർത്താവെ, അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു, അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയെയും വധിക്കുന്നു, അനാഥരെ നിഗ്രഹിക്കുന്നു. അവർ പറയുന്നു, കർത്തൻ കാണുന്നില്ല, യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുന്നില്ല. ജനത്തിനിടയിലെ ഭോഷരെ ഗ്രഹിച്ചുകൊള്ളുവിൻ, ബുദ്ധിഹീനരെ എപ്പോൾ നിങ്ങൾക്ക് ബോധമുദിക്കും. ചെവി പിടിപ്പിച്ചവൻ കേൾക്കാതിരിക്കുമോ? അഥവാ കണ്ണുമനഞ്ഞവൻ കാണാതിരിക്കുമോ? ജനതകളെ പരിശീലിപ്പിക്കുന്നവൻ ശാസിക്കുകയില്ലെന്നോ? അവൻ മനുഷ്യന് അറിവ് പകരുന്നവനല്ലേ. കർത്താവ് മനുഷ്യൻ്റെ പദ്ധതികൾ അറിയുന്നു, അവനൊരു ശ്വാസമാണല്ലോ. കർത്തനെ അങ്ങ് പരിശീലിപ്പിക്കുകയും അങ്ങേ നിയമം അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടനു വേണ്ടി കുഴികുഴിക്കപ്പെടും വരെ അവനെ കഷ്ടകാലങ്ങളിൽ നിന്ന് സ്വസ്ഥനാക്കേണ്ടതിനാണ്. എന്തെന്നാൽ കർത്താവ് സ്വജനത്തെ പരിത്യജിക്കുകയില്ല, സ്വന്തം അവകാശം ഉപേക്ഷിക്കുകയില്ല. തീർച്ചയായും ന്യായവിധി നീതിയിലേക്ക് തിരികെ എത്തും. പരമാർത്ഥ ഹൃദയരെല്ലാം അതിൻ്റെ പിന്നാലെ ഉണ്ടാകും. ദുർവൃത്തരോടൊപ്പം ആരെന്നോട് എതിരിടും? ദുഷ്കർമ്മികളോടൊപ്പം ആരെന്നോട് ചെറുത്തു നിൽക്കും? കർത്താവ് എനിക്ക് സഹായത്തിനില്ലായിരുന്നെങ്കിൽ എൻ്റെ ആത്മാവ് ക്ഷണത്തിൽ മൂകലോകവാസിയാകുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തും. എൻ്റെ ഉള്ളിൽ ആകുലതകൾ പെരുകുമ്പോൾ അങ്ങേ സാന്ത്വനങ്ങൾ എൻ്റെ ആത്മാവിനെ ഉന്മേഷഭരിതമാക്കുന്നു. ചട്ടവിരുദ്ധമായി ഉപദ്രവം മനയുന്ന മാരണങ്ങളുടെ സിംഹാസനത്തിന് അങ്ങയോട് സഖ്യം ചെയ്യാനാകുമോ? നീതിമാൻ്റെ ആത്മാവിനെതിരായി അവർ ഒത്തുചേരുന്നു, നിഷ്കളങ്ക രക്തത്തെ അവർ കുറ്റം വിധിക്കുന്നു. എന്നാൽ കർത്താവ് എനിക്ക് കോട്ടയായി തീർന്നിരിക്കുന്നു, എൻ്റെ ദൈവം എൻ്റെ അഭയമായ പാറയും. അവിടുന്ന് അവരുടെ ദോഷം അവർക്കെതിരെ തിരിച്ച് അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ നിർമ്മാർജ്ജനം ചെയ്യും.